വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. പൊതുവിൽ അച്ചാറൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് മീനച്ചാറ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ മീൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതുപോലെ ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തത് കേര എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ ഇവിടെയൊക്കെ കേര എന്നാണ് പറയണത്. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കുമല്ലോ. മീൻ ഇവിടെ നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ പീസാ വേണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ നമുക്ക് ചേർക്കാം. ഇനി മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് മിക്സായി വരണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നമുക്കിതൊന്ന് ഇങ്ങനെ വെക്കാം. എന്നാലേ ഉള്ളൂ ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിനി മീനൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലും എണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മീൻ ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റൊന്നും അച്ചാറിനുണ്ടാവില്ല. അപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നോക്കണം. ആദ്യമായിട്ട് മീനൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഈ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. ഇതിൽ നിന്ന് പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞിട്ട് വേണ്ടാന്നുള്ളവർക്ക് ഫുള്ള് ചോപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കണം. എന്നാലേ ഉള്ളൂ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി കുറച്ച് മുളക് വേണം. അത് ഞാനിവിടെ എടുത്തത് കാന്താരി മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് എരിവുള്ളത് ഒരു 5-6 എടുത്താലും മതി. പിന്നെ എത്ര എരിവ് വേണമെന്നനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ കാന്താരി മുളക് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് എടുക്കണമെങ്കിൽ 2ആയിട്ട് കീറിയിടുകയോ അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിടുകയോ ചെയ്താൽ മതി. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് തന്നെ വേണം. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 പീസ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാരണം ഇത് നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതായതുകൊണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്നേക്കാളും നല്ല എരിവുണ്ട് ഇതിന്. ഇവിടെ എല്ലാവർക്കും പൊതുവെ എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കടുക് വേണം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തത്. അപ്പോൾ അതിലൊരു 1/4 ടേബിൾ സ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ബാക്കി നമ്മൾ ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് അത് പൊടിച്ചിട്ട് നമ്മൾ ഈ മീനച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇതും ചൂടാക്കി പൊടിച്ചിട്ട് അച്ചാറിലേക്ക് ചേർക്കാനുള്ളതാണ്. പെരിഞ്ജീരം പൊടിച്ചിരിക്കണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മൾ പൊടികളൊക്കെ വഴറ്റുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അച്ചാറൊക്കെ ആയതുകൊണ്ട് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നല്ലെണ്ണയും കൂടെ വേണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് 1 കപ്പ് വിനീഗറും കൂടെ ചേർക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാറിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഈ ഉലുവയും പെരിഞ്ജീരകവും കടുകും കൂടെ ഇതൊന്നൊരു ചീനിച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉലുവയും ജീരകമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുകും കൂടി ഇട്ട് അതുപോലെ ചൂടാക്കി എടുക്കാം. നമ്മുടെ ചട്ടി ഓൾറെഡി ചൂടായതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ കടുക് നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഉലുവ കുറച്ചുകൂടെ സമയം എടുക്കും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വറക്കുന്നത്. പിന്നെ ഈ ഉണ്ടോ ഇതുപോലെ പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ കോരിയെടുത്താൽ മതി. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലെണ്ണയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ വേണം. കാരണം അച്ചാറൊക്കെ ആയതുകൊണ്ട് കേടാവാതിരിക്കാനും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കണം.
എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തേക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ പിന്നെയും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിലുള്ള ഭാഗത്ത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞങ്ങ് പോണതിന് മുമ്പ് തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കണം. ഇതിങ്ങനെ അടുപ്പത്തിട്ടിട്ട് ഇളക്കാതെ അവിടെ ഇവിടെയും മാറിപ്പോരുത്. പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കളറൊക്കെ ചെറുതായിട്ട് മാറി ആ രീതിക്കായിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ഫുള്ള് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്ന സമയത്ത് പിന്നെ എണ്ണയിൽ കടന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വല്ലാണ്ടങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുളക് പൊടി നമുക്ക് ചേർക്കാം ഇതിലേക്ക്. പിന്നെ നല്ല എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫുള്ള് ഈ സാധാരണ മുളക് പൊടി തന്നെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പകുതി കാശ്മീരിയും പകുതി സാധാരണ മുളക് പൊടിയും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇരുമ്പിൻ്റെ ചട്ടിയാണ്, നല്ല ചൂട് കാണും. അത് കഴിഞ്ഞ് നമ്മൾ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ മുളക് പൊടിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ, കടുക്, പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്കുള്ള വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം 1/2 കപ്പ് വിനീഗറാണ് ചേർക്കുന്നത്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഞാനിവിടെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് വിനീഗർ കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കണക്കിന് എനിക്ക് 1 കപ്പ് വിനീഗർ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിനീഗറും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ ഓക്കെ ആണെന്ന് നോക്കട്ടെ. എരിവും പുളിയൊക്കെ എനിക്കിവിടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനച്ചാറൊക്കെ ഇവിടെ റെഡിയായി. ഇതിപ്പോൾ തന്നെ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കുമാണ്. അപ്പോൾ നന്നായിട്ട് പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം പോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.